ഓപ്പോയുടെ ഓപ്പോ K13 ടെർബോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K13 ടെർബോ 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ പ്രോസസ്സർ, ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽ MediaTek Dimensity 8450 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സർ വരുന്നുണ്ട്. അത് മാത്രമല്ല ഫോൺ പെട്ടെന്ന് ഹീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ബിൽഡ് ഇൻ കൂളിംഗ് ഫാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്ര പെട്ടെന്ന് ഫോൺ ഹീറ്റാവില്ല. ഇതിൻ്റെ RPM വരുന്നത് 18,000 RPM ആണ്. പിന്നെ ഇതിൻ്റെ പുറമെ VC കൂളിംഗ് സിസ്റ്റം ഉണ്ട്. 7000 mm² ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ LPDDR5X റാമൊക്കെ ഇതിൽ വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. പിന്നെ ബിൽഡ് ഇൻ കൂളിംഗ് ഫാൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവും ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഗെയിമിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബാറ്ററി സെറ്റപ്പും. അപ്പം ഇതിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം വളരെ കൂടി ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ബൈപ്പാസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് ചാർജ് ഫോണിലോട്ട് കയറ്റാവുന്നതാണ്, ബാറ്ററിയിലോട്ട് കടത്താതെ തന്നെ. അപ്പോൾ ഗെയിമിങ്ങിലൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ കേർവ്ഡ് ഡിസ്പ്ലേക്കാളും ബെറ്റർ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 93.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1600 nits ആണ് വരുന്നത്. പിന്നെ DT Star D+ന്റെ പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 207 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.31 mm ആണ്. പിന്നെ IPX6, X8 അതുപോലെ തന്നെ X9 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു IP റേറ്റിംഗ് വരുന്നില്ല, കാരണം ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും IPX9 റേറ്റിംഗ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഓക്കെയാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ക്യാമറ മോഡ്യൂളിൻ്റെ അവിടെയായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പർപ്പിൾ ഫാൻറ്റം, നൈറ്റ് വൈറ്റ് അതുപോലെ തന്നെ മിഡ് നൈറ്റ് മാവറിക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം Android 15 ബേസ് ആയിട്ടുള്ള കളർവോയ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 MP ഒരു സെക്കൻഡറി സെൻസറും വരുന്നുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസോ ടെലിഫോട്ടോ ലെൻസോ ഒന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും ആണ് വരുന്നത്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പേ ഇതിൽ വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ടെലിഫോട്ടോ ലെൻസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ അതൊന്നും വരുന്നില്ല. അപ്പം ഇത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസേ അല്ല. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണിൽ ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ല, ക്യാമറ ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഗെയിമിംഗ് ഫീച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡറും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇൻബിൽഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ. എന്തായാലും ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇവയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയാണ്. 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. ഓഗസ്റ്റ് 18 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3000 രൂപയുടെ വരെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ലഭിക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ഇൻ കൂളിംഗ് ഫാൻ വരുന്നുണ്ട്.
പിന്നെ അതിൻ്റെ കൂടെ നല്ല ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അത്ര മികച്ചൊരു ക്യാമറ സെറ്റപ്പ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ക്യാമറ അല്ലെങ്കിൽ ക്യാമറയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഗെയിമിംഗ് ഫീച്ചേഴ്സും ആ ഡിസ്പ്ലേയും ബാറ്ററിയൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡറും ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.